ഹായ് ഫ്രണ്ട്സ്, പ്രോജക്റ്റ് വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു നോർമൽ 2.1 സ്പീക്കർ സിസ്റ്റമാണ്. ഈ കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യുന്ന പോലത്തെ ഒരു വളരെ മിനിമം മാത്രം ഓഡിയോ ഔട്ട്പുട്ട് നൽകുന്ന ഒരു ചെറിയ സ്പീക്കർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്തോ അതുപോലെ തന്നെ USB ഡ്രൈവുകൾ അല്ലെങ്കിൽ FM അങ്ങനെയുള്ള ഒരു കൺട്രോൾസും അങ്ങനെയുള്ള ഒരു യൂണിറ്റും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ഇത് വെറും ഒരു ആംപ്ലിഫയർ മാത്രമായിട്ട് 2.1 ഒരു ആംപ്ലിഫയർ മാത്രമായിട്ടാണുള്ളത്. ഇതാണ് ഈ സ്റ്റീരിയോ പിന്നിലേക്ക് നമ്മൾ ഓഡിയോ ഇപ്പോൾ TV-യിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അതിൽ നിന്നൊക്കെ നമുക്ക് ഓഡിയോ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നോക്കി ഇവിടെ ഒരു ചെറിയൊരു കൺട്രോൾ പാനൽ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതൊരു വോളിയം കൺട്രോൾ ഇത്ര മാത്രമേ അതിനകത്തുള്ളൊരു ഓൺ ഓഫ് സ്വിച്ചും ഒരു വോളിയം കൺട്രോൾ, വേറെ ഒന്നും ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഓഡിയോ പ്രോസസ്സിങ് ഉണ്ടെങ്കിൽ ഒന്നും തന്നെ ഇതിനകത്തില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു USB മോഡ്യൂൾ കയറ്റിയിട്ട് ഇതിനെ ഒരു FM ബ്ലൂടൂത്ത് FM USB പ്ലെയറാക്കി നമ്മളിതിനെ മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലത്തെ സ്പീക്കറുകൾ എന്തായാലും മിക്കവാറും എല്ലാവരുടെയും തന്നെ വീടുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമായിട്ട് തന്നെ ഇത് ഒരു മോഡ്യൂൾ വാങ്ങിച്ച് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ സിമ്പിളായിട്ടൊരു ഇതുപോലൊരു കമ്പ്യൂട്ടർ സ്പീക്കറിനകത്ത് USB അത് ബ്ലൂടൂത്ത് പ്ലെയറാക്കി കൺവേർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ പാനൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അറ്റാച്ച് ചെയ്ത് ഈ സർക്യൂട്ടിലേക്ക് തന്നെ ഇതിനകത്ത് തന്നെ വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ബോർഡുകൾക്കൊക്കെ എന്തെങ്കിലും ഡാമേജൊക്കെ വരാനും പിന്നീട് ഇത് ഉപയോഗിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ കമൻസും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ ബോർഡൊക്കെ ഒന്ന് വെളിയിലെടുത്ത് ഇതെങ്ങനെ സെറ്റ് ചെയ്യാം അതിൻ്റെ അസംബ്ലിയിലേക്ക് കിടക്കാം. ഏറ്റവും സിമ്പിളായ ഒരു 2.1 സ്പീക്കർ സിസ്റ്റമാണിത്. ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾക്കൊപ്പം ഒരു സബ്വൂഫറുമാണ് ഇതിലുള്ളത്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ സെക്ഷൻ. ഒരു ഓൺ ഓഫ് സ്വിച്ചും ഒരു വോളിയം കൺട്രോൾ മാത്രമാണ് ഇതിൽ വരുന്നത്. ഇത് ലൈൻ ഇൻ സ്റ്റീരിയോ ഇൻപുട്ട്, ഇത് സ്പീക്കർ ഔട്ട്, ഇത്രയൊക്കെ മാത്രമാണ് ഇതിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ഇതിൻ്റെ താഴെ ഇവിടെയായിട്ടാണ് സബ്വൂഫർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള നിരവധി ടൈപ്പ് USB ബ്ലൂടൂത്ത് ബോർഡുകൾ നമുക്ക് ലഭ്യമാണ്. കോമണായി ഇതൊക്കെ തന്നെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ്. ഈ മോഡ്യൂൾ ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. ഇതിൽ FM-ഉം USB-യും അങ്ങനെയുള്ളതെല്ലാം ഉണ്ടെങ്കിലും ബ്ലൂടൂത്ത് ഫംഗ്ഷൻ മാത്രം ഇതിലില്ല. ഇതൊക്കെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ്. ഇത് പകാരിയുടെ ഒരു നല്ല ക്വാളിറ്റി ബോർഡാണ്. പക്ഷേ ഇതൊന്നുമല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. പുതുതായി വന്നിരിക്കുന്ന ഈ മോഡ്യൂളാണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിൽ USB, ബ്ലൂടൂത്ത്, FM, OX അങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും ഇതിൽ വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റിയും കണക്ടിവിറ്റിയും മറ്റ് എല്ലാ മോഡ്യൂളുകളെ അപേക്ഷിച്ചും വളരെ ബെസ്റ്റ് തന്നെയാണ്. കൂടാതെ നല്ല ബെറ്റർ ലുക്കും ഒക്കെ ഇതിന് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് വശത്ത് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ പാനൽ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഈ ഭാഗം മാർക്ക് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായി ഈ ബോർഡ് പാനലിൽ നിന്ന് നമുക്ക് അഴിച്ചെടുക്കാം. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇത് IR സെൻസറാണ്, OX കാർഡ്, USB സോക്കറ്റ്. ആദ്യം ഇതിൻ്റെ ബോർഡൊന്ന് അഴിച്ചെടുക്കാം. ബോർഡ് കെയർഫുള്ളായി തന്നെ പുറത്തെടുക്കുക. വളരെ ചെറിയ ബോർഡാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പിന്നെ നോക്കാം. ആദ്യം പാനലിനുള്ള ഭാഗം കട്ട് ചെയ്യുകയാണ് വേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ ഈ PCBക്ക് ഡാമേജ് ഒന്നും വരാതിരിക്കാനായിട്ട് ബോർഡ് കട്ട് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. സ്വിച്ചിലേക്കുള്ള AC ലൈൻ കൂടെ കട്ട് ചെയ്യാം.
ബോർഡ് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. സേഫായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. സബ്വൂഫർ കൂടി ഒന്ന് അഴിച്ചെടുക്കാം. നമ്മൾ ഇതുപോലെയുള്ള ഉപകരണങ്ങൾ കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനും സർഫസിൽ സ്ക്രാച്ച് ഒന്നും വരാതിരിക്കാനും ഇതുപോലുള്ള ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി പാനൽ ഇങ്ങനെ വരുന്ന വിധം മാർക്ക് ചെയ്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബോക്സിൻ്റെ കട്ടിംഗ് വർക്കെല്ലാം കഴിഞ്ഞു. മൗണ്ടിങ് സ്ക്രൂവിനുള്ള ഹോൾസും ഇട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള പാനലാണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ അളവിലുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഹോൾ മതിയാകും. പക്ഷേ നമ്മുടെ മോഡ്യൂളിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒരു ഷേപ്പിലുള്ളതായതുകൊണ്ട് ഈ PCBയുടെ അതേ കറക്റ്റ് അളവിനാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. പാനൽ ഇതുപോലെ കറക്റ്റായിട്ട് ഇതിലേക്ക് സ്യൂട്ടാവും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഷേപ്പിൽ കട്ട് ചെയ്തത്. ഒരു ട്രാൻസ്ഫോമർ മാത്രമാണ് ഇപ്പോൾ ഇതിൽ അവശേഷിക്കുന്നത്. ബോർഡ് ഒന്ന് നോക്കാം. ബാസ്റ്റബിൾ സർക്യൂട്ട് ഒന്നും ഇതിൽ ഇല്ല. ഈ ഒരു വോളിയം കൺട്രോൾ മാത്രമേ ഇതിലുള്ളൂ. ഇത് ട്രാൻസ്ഫോമർ ഔട്ട്പുട്ടാണ്. കണക്ഷൻ ഉണ്ടായിരുന്നതാണ്, നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇതാണ് സബ്വൂഫർ ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട്. ഇതുപോലുള്ള ബ്ലൂടൂത്ത് മോഡ്യൂളിലൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കുമുള്ള ഡൗട്ടാണ് USB മോഡ്യൂളിലേക്കുള്ള പവർ എവിടെ നിന്ന് എടുക്കും എന്നുള്ളത്. ഈ മോഡ്യൂൾ ഒരു 5 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതെന്നല്ല, മിക്ക USB ബോർഡുകളും 5 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ 5 വോൾട്ട് നമുക്ക് എവിടെ നിന്ന് എടുക്കാമെന്ന് നോക്കാം. ഈ 2 പോയിൻറ്റുകളിലാണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് AC വരുന്നത്. ഇതിനെ ഈ 4 ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്ത് ഈ കപ്പാസിറ്ററിലാണ് 12 വോൾട്ട് DC ഔട്ട്പുട്ട് വരുന്നത്. ഇതാണ് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇവിടെ നിന്നുമാണ് സപ്ലൈ എടുക്കേണ്ടത്. 12 വോൾട്ട് DC ആണ് ഈ ബോർഡിൽ വരുന്നത്. USB മോഡലിന് വേണ്ടത് 5 വോൾട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ 12 വോൾട്ടിൽ നിന്നും 5 വോൾട്ട് എടുക്കുന്നതിന് ഒരു 5 വോൾട്ട് റെഗുലേറ്റർ AC ഉപയോഗിക്കാം. L7805 എന്ന 5 വോൾട്ട് റെഗുലേറ്റർ AC ആണ് ഇത്. ഇതിൻ്റെ പിൻ കണക്ഷൻ ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഈ പിന്നാണ് പോസിറ്റീവ് ഇൻപുട്ട്. 40 വോൾട്ട് വരെ ഇതിലേക്ക് ഇൻപുട്ട് കൊടുക്കാം. 5 വോൾട്ട് DC ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഇവിടെ ഈ പിന്നിൽ നിന്നാണ്. നടുക്ക് ഈ കാണുന്ന പിൻ ഗ്രൗണ്ടാണ്. റെഗുലേറ്റർ ACക്ക് വേണ്ട പവർ എടുക്കേണ്ടത് ആദ്യം ഈ പറഞ്ഞ ഫിൽട്ടർ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നുമാണ്. ഇനി നമ്മൾ ആദ്യം മുറിച്ച് മാറ്റിയ വയറുകൾ വീണ്ടും ഒന്ന് സോൾഡർ ചെയ്യാം. വീഡിയോ ഫോളോ ചെയ്യുക. ട്രാൻസ്ഫോമറിൻ്റെ AC ഔട്ട്പുട്ടാണിത്. ഇത് ട്രാൻസ്ഫോമറിലേക്കുള്ള AC ഇൻപുട്ട്. ഇത് സബ്വൂഫർ ഔട്ട്പുട്ടാണ്. അത് നമുക്ക് പിന്നീട് കണക്ട് ചെയ്യാം. ഇനി റെഗുലേറ്റർ AC കണക്ട് ചെയ്യാം. ഇൻപുട്ട് പിന്നിൽ 10 UF 50 വോൾട്ടിൻ്റെ കപ്പാസിറ്ററും ഔട്ട്പുട്ടിൽ 100 UF 16 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററും ഇട്ട് കൊടുക്കാം. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് റെഗുലേറ്റർ ACയുടെ നടുവിലത്തെ പിന്നിൽ വരുന്ന വിധം സോൾഡർ ചെയ്യുക. പോസിറ്റീവ് ഇൻപുട്ടിന് വയർ കണക്ട് ചെയ്യാം. ബ്ലാക്ക് വയർ നെഗറ്റീവ്. USB-യിലേക്കുള്ള പവർ സപ്ലൈ ജാക്ക് കണക്ട് ചെയ്യുക. ഇതിൽ പോസിറ്റീവ് 5 വോൾട്ട് റെഡ് വയറാണ്. ഗ്രൗണ്ട് ബ്ലാക്ക് വയർ. റെഡ് വയർ ഇവിടെ റെഗുലേറ്റർ ACയുടെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുക. ബ്ലാക്ക് വയർ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് USB-ക്കുള്ള 5 വോൾട്ട്. ഇത് റെഗുലേറ്റർ ACയുടെ DC ഇൻപുട്ട്. മെയിൻ ബോർഡിൻ്റെ കപ്പാസിറ്ററിലെ പോസിറ്റീവിലേക്ക് പോസിറ്റീവും നെഗറ്റീവിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുക. ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 5 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ പവർ സപ്ലൈ കണക്ഷൻ കഴിഞ്ഞു. ഇനി പിന്നെ ഇവിടെ കണക്ട് ചെയ്താൽ മതിയാവും. ഇനി ഓഡിയോ ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. USB ബോർഡിൽ ഇത് റൈറ്റ് ചാനൽ ഔട്ട്പുട്ട്, ഇത് ലെഫ്റ്റ്, ഇത് ഗ്രൗണ്ട്. ഇതാണ് FM ആൻറ്റീന പോയിൻ്റ്. മെയിൻ ബോർഡിൽ ഓഡിയോ ഇൻപുട്ട് എവിടെയെന്ന് നോക്കാം. ഈ ബോർഡിൽ സ്റ്റീരിയോ പിന്നിൽ നിന്ന് വരുന്ന ഈ 3 പോയിൻറ്റുകളാണ് ഇൻപുട്ട്. പുറത്തേക്കിട്ടിരിക്കുന്ന ഇൻപുട്ട് വയറുകൾ നമുക്കിനി ആവശ്യമില്ല, അത് നമുക്ക് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് നൽകേണ്ടത്. ഇതിൽ നടുക്കുള്ളത് നെഗറ്റീവും മറ്റ് 2 ലെഫ്റ്റ് റൈറ്റ് ഓഡിയോയുമാണ്. മെയിൻ ബോർഡിൽ ഇത് നെഗറ്റീവും ഇത് 2 ലെഫ്റ്റ് റൈറ്റ് ഓഡിയോയുമാണ്. ആദ്യം നടുക്കുള്ള നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് ഇരുവശത്തുമായി കണക്ട് ചെയ്യാം. ഇനി ഇത് നേരെ USB പാനലിലേക്ക് കണക്ട് ചെയ്താൽ മതിയാവും. ഈ 2 സ്പീക്കർ മെയിൻ ബോർഡിൽ കണക്ട് ചെയ്യാം. പാനലിലേക്കുള്ള 5 വോൾട്ട് പവർ സപ്ലൈ, ഓഡിയോ ഔട്ട്പുട്ട്.
നമ്മുടെ കണക്ഷനെല്ലാം കഴിഞ്ഞു. ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ബ്ലൂടൂത്ത് പെയർ ചെയ്യാം. കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ വർക്കിംഗ് ആണ്. ഇനി ഇതെല്ലാം ഈ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാം. ഈ റെഗുലേറ്ററൈസ് ചെറുതായിട്ട് ചൂടാവുന്നതാണ്. അതുകൊണ്ട് ഒരു ഹീറ്റ് സിങ്ങിനോടൊപ്പം ഇതുപോലെ സ്ക്രൂ ചെയ്യാം. FM ആൻറ്റിനയ്ക്ക് ഒരു വയർ കൂടെ സോൾഡർ ചെയ്ത് മോഡ്യൂൾ ഇതുപോലെ സ്ക്രൂ ചെയ്യുക. കട്ട് ചെയ്ത സബ് വൂഫറിൻ്റെ വയർ കൂടി കണക്ട് ചെയ്യാം. മെയിൻ ബോർഡും പഴയതുപോലെ സ്ക്രൂ ചെയ്യുക. എയർ വെൻറ്റും കൂടെ കണക്ട് ചെയ്യാം. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഓൺ ചെയ്യാം. എൻ്റെ ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം.